നമ്മുടെ 124 ഫ്ലാറ്റ് പെട്ടി കയറ്റി വർക്ക്ഷോപ്പിലോട്ട് കയറ്റാൻ പോവാണ്. വണ്ടി അനങ്ങുന്നില്ല. അവസ്ഥയാണ് കഴിച്ച അവസ്ഥ. വേറെ കേരള ലീപിക്കുന്ന കാഴ്ചകളിലൂടെയാണ് സ്വന്തമായൊരു ഫ്ലാറ്റ് ബെഡ് വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ബ്രേക്ക് ഡൗൺ ആവുമെന്നുള്ള പേടിയാണിപ്പോൾ. ഈ പഴയ വണ്ടികളെല്ലാം പറക്കിയിട്ട് ഓടുന്ന ഏതെങ്കിലും വണ്ടി വാങ്ങാനുള്ളൊരു മൈൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊന്ന് പഠിക്കാൻ പറ്റും. ഇതൊക്കെ വഴി കണ്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ചില ഫോളോവേഴ്സ് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണ. അതെ, ഏതൊരു വണ്ടിപ്രാന്തിൻ്റെ എന്നും പറഞ്ഞിട്ട് നീന്തോ കുറേ തവണയായി. ആദ്യം വിചാരിച്ചു ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും. അതെ അതെ, ഓരോ വണ്ടി കെട്ടുന്ന ഒന്നിറങ്ങും അടുത്ത കയറും. ഒന്നിറങ്ങുന്നില്ല. ഒന്നിറങ്ങുന്നതിന് മുമ്പ് ഒരു വർക്ക്ഷോപ്പിൽ തന്നെ ഇപ്പൊ 3ാമത്തെ വണ്ടിയാണ് നമ്മളിപ്പോ കയറ്റാൻ പോകുന്നത്. ബാക്കി 2 വണ്ടികൾ അവിടെ തന്നെയുണ്ട്. അവര് തന്നെ മടുത്ത് നമ്മളെ ചെല്ലുമ്പോ അവര് പറയും വന്നിട്ടുണ്ട് മറ്റേ ജയിലിൽ പോകുന്ന പോലെ നിങ്ങളിവിടെ ഉണ്ടോ? വണ്ടികൾ അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥലം ചെറുതായിട്ടൊന്ന് മാറി നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക്ഷോപ്പിലോട്ട് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, വളരെയധികം നൂതനമായൊരു സാങ്കേതിക വിദ്യകളിലൂടെയാണ് നമ്മളുടെ വണ്ടി ഫ്ലാറ്റ് ബെഡിലോട്ട് കയറ്റുന്നത്. അതിൻ്റെ ഉദ്യോഗജനകമായ ചില സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2-3 പഴയ പാട്ടവണ്ടികളൊക്കെ വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ ബോറടിയും മാറി യാതൊരു ദുശീലങ്ങളില്ലാതെ ഇതിൻ്റെ മേലിൽ തന്നെ പൂർണ്ണമായ സമയം ചെലവഴിക്കാൻ പറ്റും. ഇതാ കയറുന്നു ഗൈസ് നമ്മുടെ 124 വളരെ അനുസരണയോടുകൂടി ഫ്ലാറ്റ് ബെഡിലോട്ട് കയറുന്ന ചില കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ നിമിഷം നമുക്ക് വിഷമവും കൗതുകവും തോന്നുന്ന ചില നിമിഷങ്ങൾ. ആ കയറ് പൊട്ടിപ്പോകാമെന്നൊരു സംശയമുണ്ട്. എന്തൊക്കെയോ ചേട്ട സൗണ്ട് തീർന്നുണ്ട് കയറ്. ഡീസൽ പമ്പിൻ്റെയോ ഇഞ്ചക്ടറിൻ്റെയോ എന്തോ പ്രോബ്ലമാണ്. വണ്ടി സ്റ്റാർട്ടാവുന്നു ഓഫാവും, സ്റ്റാർട്ടാവുന്നു ഓഫാവും. യോഗ ഇപ്പൊ തട്ടുന്നില്ല. ഫ്യൂൽ സൈലൻസർ തട്ടുമായിരിക്കും അല്ലേ? ഇല്ല, തട്ടില്ല. പൊക്കോ. വേറെ വഴിയൊന്നും. തട്ടും തട്ട് കുഴപ്പമില്ല. തെറ്റ് നമ്മുടെ വണ്ടി പൂർണ്ണമായും ഫ്ലാറ്റ് ബെഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാലും വലിച്ച് വർക്ക്ഷോപ്പിലോട്ട് എത്തിക്കാം. അപ്പം ഞാനും ഈ ലോറി കയറുന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലോറിയിലും കയറാൻ ചുടുവില്ല. വർക്ക്ഷോപ്പിൽ വെച്ച് കാണാം. ഞാൻ ലോറിയിൽ കയറാൻ പോവാണ്. ഞങ്ങളുടെ 124 ഇവിടെ ഭദ്രമായിരിക്കുന്നു. കയറുന്ന ചടങ്ങാണ്. ബ്രോ പേരെന്താ? സുജിത്ത്. വീട്
എൻ്റെ വീട് തിരുവനന്തപുരം. ഇത് ചാലക്കുടി രജിസ്ട്രേഷൻ ആണല്ലോ. അവിടെ നിന്നിട്ട് വണ്ടി ആയിരിക്കും. അയ്യോ സീറ്റ് ബെൽറ്റ് ഉണ്ട് പോയിരിക്കേ. അങ്ങനെ ലോറി കയറി യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും ഈ വഴി നടന്നു. കിടക്കണ നമ്മുടെ 124 കുലുങ്ങി ഇളകി രാജകീയമായി. മറ്റേ കൊച്ചി രാജാവിൽ ജഗതി കാർ ഓടിച്ചു വരുന്ന പോലെ രാജകീയമായി ലോറിയുടെ മുകളിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ LC എടുക്കുന്നതാണ്. ഞങ്ങൾ മൊത്തമായി വർക്ക്ഷോപ്പ് അങ്ങ് ഏറ്റെടുക്കാൻ പോകണം. പിന്നെ നമ്മുടെ സെൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇതെവിടെയാണെന്ന് മനസ്സിലാവില്ല. എൻ്റെ കാര്യം പോട്ടെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്.